ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. സ്റ്റാർട്ട് ചെയ്യാൻ പോവുക. ഗ്യാസ് ഓണാക്കി വെളിച്ചെണ്ണയിലാണ് അത് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഞാൻ ഇത് ചൂടാക്കിയിട്ടുണ്ട്. ഞാൻ നോൺ സ്റ്റിക്ക് പാത്രമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ വെള്ളം ഒഴിക്കില്ലല്ലോ, അത് കാരണം. അപ്പോൾ വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു. ചിക്കൻ കറി പലതരത്തിൽ ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഉണ്ടാക്കണത് നല്ല ടേസ്റ്റി തരത്തിൽ തന്നെ ഉണ്ടാക്കണത്. ഇതോടെ മാറ്റത്തിലാണ് ഉണ്ടാക്കണത്. ഏറ്റവും ആദ്യം ഇടണത് ഒരു കാന്ത, ഒരു സബോളയാണ് ഇടണത്. ഓയിലുമേ ഒരു സ്പൂണോ 1.5 സ്പൂണോ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഏറ്റവും ആദ്യം ഇടാൻ പോണത് സബോളയാണ്. ഈ സബോളയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അത് ഇനി ഇത് നല്ലപോലെ മൂത്ത് കിട്ടണം, ബ്രൗൺ ആവണം. ഉപ്പിടാൻ പോവുക. പെട്ടെന്നാവും ഉപ്പിട്ടാൽ. ഏകദേശം ആവാറായിട്ടുണ്ട്. കുറച്ചും കൂടി ബ്രൗൺ ആവണം. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഉള്ളി ബ്രൗൺ ആവാൻ ഒരുപാട് സമയം എടുക്കും. ഞാൻ ഓയിൽ വളരെ കുറച്ചായിട്ട് വെച്ചിട്ടുള്ളത്. വെള്ളം ഒഴിക്കാൻ ഉണ്ടാക്കണ കാരണം ഞാൻ നോൺ സ്റ്റിക്ക് പാത്രമാണ് എടുത്തിരിക്കുന്നത്. ഇനി ഞാൻ ഇടുന്നത് ഒരു 6-7 വെളുത്തുള്ളി ചതച്ച് വെച്ചതാണത്. പിന്നെ ഇഞ്ചി, ഒരു കഷ്ണം ഇഞ്ചി അതും ചതച്ച് വെച്ച്. 2 പച്ചമുളക്, ഞാൻ 4 പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ചീന്തി വെച്ചതാണ്. ഇനി തക്കാളി, ഒരു തക്കാളി, ഇത് 2 തക്കാളി ഉണ്ട്. ഞാൻ ഒരു തക്കാളി ഇടാൻ പോവാണ്. ഒരു ടൊമാറ്റോ, ഇത് നല്ലപോലെ പേസ്റ്റാവണം, സ്മാഷാവണം നല്ലപോലെ. ഇതിൽ കിടന്നിട്ട് ഏകദേശം പാകമായിട്ടുണ്ട്. സ്മാഷായ പോലെയുണ്ട്. ഞാനിതിലേക്ക് ഇറച്ചി പകർത്തുകയാണ്. ഇറച്ചി ഇടുകയാണ്. 1 കിലോ ഇറച്ചിയുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്യാം. ഉപ്പ് ഞാൻ ഉള്ളി വഴറ്റുമ്പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. കുറച്ചും കൂടി ഇവിടെ കുറച്ച് വേപ്പില ഇടാം. നല്ലപോലെ വഴറ്റണം. കുറച്ച് ഉപ്പും കുറച്ചും കൂടി ഇടാം. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ വേണമെങ്കിൽ പിന്നെ നോക്കാം. ഉപ്പൊക്കെ ഇട്ടുണ്ട്, എല്ലാം ചെയ്തു. ഇനി ഇറച്ചി വെന്ത് കിട്ടണം. ഞാൻ തൽക്കാലം വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. നോൺ സ്റ്റിക്കാണല്ലോ, അത് കാരണം വെള്ളം ഒഴിക്കുന്നില്ല. വെള്ളം ഒഴിക്കാണ്ട് ഇത് ഇവിടെ ഇരുന്ന് വേവട്ടെ. ആവശ്യമുണ്ടെങ്കിൽ പിന്നെ നോക്കാം. ഇതൊരു 10 മിനിറ്റ് നേരം വേവട്ടെ. 10 മിനിറ്റ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കും. 15 മിനിറ്റ് നേരം വേണ്ടി വരും.
ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ഇടയ്ക്ക് 2-3 പ്രാവശ്യമൊക്കെ ഇളക്കി കൊടുത്തു. എന്നാലും ഇത് വെള്ളമൊന്നും വറ്റിയിട്ടില്ല. ഞാൻ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇത് 3ഉം ഞാൻ ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. മുളക് പൊടി ഞാൻ 2 സ്പൂൺ അവരവരെ എരിവിനനുസരിച്ച് മുളക് പൊടി ഇടാം. മല്ലി ഞാൻ കുറച്ചെടുത്തിട്ടുള്ളൂ, 1.5 സ്പൂൺ എടുത്തിട്ടുള്ളൂ. പിന്നെ 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി. അത് ഞാൻ ഇത്തിരി ചൂടാക്കി വെച്ചതാണ്, പച്ചയിൽ ഇടണ്ടെന്ന് വെച്ചിട്ട്. അത് ഇതിലിട്ടു മിക്സ് കരയുക ഒക്കെ മിക്സ് ചെയ്ത് ഇതിനോട് കൂടെ കുറച്ച് കുരുമുളക്, ഒരു 1/2 സ്പൂണ് കുരുമുളകും കൂടി ഇട്ടിട്ടുണ്ട് ഞാൻ. അതിനോട് കൂടി ഞാൻ ഈ വയനാട് പോയപ്പോഴേ ബാണാസുര സാഗർ ഉണ്ടല്ലോ അവിടെ നിന്ന് ഞാൻ മേടിച്ച മസാലയത്. ഇത് ഒരു പ്രത്യേക മസാലയാണ്. ഈ മസാല ഇടുമ്പോൾ ഇത്തിരി ടേസ്റ്റ് ഉണ്ട് കറിക്ക്. അത് കാരണം ഞാനിത് യൂസ് ചെയ്യാറുണ്ട്. ഉണ്ടാക്കിയതല്ല, ഞാൻ അവിടെ നിന്ന് പോയി മേടിച്ചതാണ്. ഞാൻ ഉണ്ടാക്കാറ് പതിവ്. അവിടെ പോയപ്പോൾ പിന്നെ അവിടെ നിന്ന് മേടിച്ചൊന്ന് മാത്രം. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒരു സ്പൂണ് 2 സ്പൂൺ ഇട്ടുണ്ട്, മതിയാവും. പിന്നെ ഞാനിതൊക്കെ മിക്സ് ചെയ്ത് ഇതിൻ്റെ മേലെ ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് നോൺ സ്റ്റിക്ക് പാത്രമാണല്ലോ. ഇതൊരു 5 മിനിറ്റ് ഇരിക്കട്ടെ, മുളകൊക്കെ ഒന്ന് പിടിക്കണല്ലോ. പലതരത്തിൽ ഉണ്ടാക്കട്ടെ. ഞാനിതിപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കണമെന്ന് മാത്രം, ഞാൻ വേറെ തരത്തിൽ ഉണ്ടാക്കി കാട്ടിത്തരാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാലും ഞാൻ പലതരത്തിൽ ഉണ്ടാക്കാൻ എനിക്കും അറിയാമല്ലോ. അപ്പോൾ ഞാനിതിപ്പോൾ ഒരു തരത്തിൽ നിങ്ങൾക്ക് കാട്ടിത്തരുന്നു. പിന്നീട് പിന്നെ കാട്ടിത്തരാം വേറെ തരത്തിൽ. ഇത് കുറച്ച് നേരം ഇരിക്കട്ടെ, ഒരു 5 മിനിറ്റ്. അപ്പോൾ അതിൽ മുളകൊക്കെ പിടിക്കും. ഇപ്പോൾ വെന്തിട്ടുണ്ടോയെന്നൊന്ന് നോക്കണം. ചില ഇറച്ചികൾ വേവാനായിട്ട് സമയമെടുക്കും, ചിലത് വേഗം വെന്ത് കിട്ടും. അത് കാരണം എൻ്റെ സമയം പറയാനായിട്ട് വേവ് കുറവാണ്. പതിനഞ്ച് മിനിറ്റ് കൊണ്ടൊന്നും വേവില്ല. ഇനിയും കുറച്ച് വേവാണ്ട്. അപ്പം ഞാനത് അടച്ച് വെക്കട്ടെ. മുളകൊക്കെ ഇട്ടു അടച്ച് വെക്കട്ടെ. ഇറച്ചിങ്ങനെ കാട്ടി നോക്കി വേവായിട്ടില്ല, വേവാനും ബാക്കിയുണ്ട്. അത് കുറച്ച് നേരം കൂടി ഇരിക്കട്ടെ, ഒരു 5 മിനിറ്റ് ഇരിക്കട്ടെ. ഞാനൊരു 2-3 സ്പൂൺ വെള്ളം വേണമെങ്കിൽ ഒഴിക്കാം. രണ്ട് സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. വെള്ളം തീരെ കുറഞ്ഞിരിക്കണം. ഓയിലും കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ, നോൺ സ്റ്റിക്കാണല്ലോ. ഓയിലാർക്കും പസന്തില്ല, ഇഷ്ടമല്ലേ. ഓയിൽ അധികം ഒഴിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഉള്ളവർക്ക് ഇഷ്ടമില്ല. അത് കാരണം ഞാൻ കുറച്ച് ഓയിൽ ഒഴിക്കുള്ളൂ. ഇത്തിരി നേരം ഇത് ഇരുന്നാലേ ഇത് വേവുള്ളൂ. വേവട്ടെ. വെന്റിലേഷനൊക്കെ ഉണ്ട്, എന്നാലും ക്ഷമ വരുന്നു. എനിക്കിത്
വേവായിട്ടുണ്ട്. ഇനി ഞാൻ ഇടാൻ പോണത് ഞാൻ ഇത്രയും മസാല ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എൻ്റെ അമ്മ പണ്ട് പറഞ്ഞു തന്നിട്ടുള്ളത്, ഞാനിത് എന്നും ചെയ്യണതാണ്. ഇതിനകത്ത് കുറച്ച് കുരുമുളക് പൊടിച്ചു, പിന്നെ ഈ അണ്ടിപ്പരിപ്പ് ചൂടാക്കി, കുറച്ച് പെരിഞ്ചീരകം ചൂടാക്കി. ഞാൻ ആദ്യം മുഴുവനോടെ ഇടാറുണ്ടായിരുന്നു. പിന്നെ ഞാനിപ്പോൾ അത് ലാസ്റ്റ് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൽ കൂടെ എല്ലാ മസാലയും കൂടി ചേർത്ത് കുറേശ്ശെ മസാല ഇട്ടിട്ട് ഓരോ ഫ്ലവർ, ഒരു ഏലക്കായ ഒരെണ്ണം, പിന്നെ ഒരു ഫ്ലവറും ഒരു ഏലക്കായും കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് പെരിഞ്ചീരകം കുറച്ച് വേപ്പലയും എല്ലാം കൂടി എല്ലാ മസാലയും കൂടി മിക്സ് ചെയ്തിട്ട് ഞാൻ പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. അത് ഞാൻ ഇതിലേക്ക് ഇടുക. അതൊരു ടേസ്റ്റി ബഡാണ്, ടേസ്റ്റി ബഡ് വെക്കണത്. ഇതൊരു ടിപ്പെന്ന് പറയാം. ഇതൊരു ടിപ്പാണത്. അതും ഞാൻ അതുപോലെ ചേർക്കണം. ഇത് ഞാനത് കഴുകി ഒഴിച്ചു കേട്ടോ. ഇതും കൂടി കഴുകി ഒഴിച്ചു. ഈ മസാല കളയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ കുറച്ച് കഴുകി ഒഴിച്ചു. പെരുംജീരകമുണ്ട്, ലവങ്ങുണ്ട്, ഒരേലക്കായ ഉണ്ട്, നമ്മുടെ കറിയാമ്പൂ, അതിനാണ് ലവങ്ങം എന്ന് പറയുന്നത്, അതുണ്ട്. പിന്നെ ഞാൻ ഇത്തിരി പെരുംജീരകം, ഇത്തിരി വേപ്പലയും എല്ലാത്തരം മസാലയിൽ നിന്നും കുറേശ്ശെ എടുത്തു. എന്നിട്ട് പിന്നെ അണ്ടിപ്പരിപ്പും കൂടി ചേർത്തു. ഇനി വേണമെങ്കിൽ 2 മിനിറ്റും കൂടി ഇരുന്ന് കുറച്ച് ഏകദേശം വേവായി. പിന്നെ വെന്ത് കഴിയുമ്പോഴാണ് ഞാനത് ഇടാറ്. അപ്പോൾ ഏകദേശം വേവായിപ്പോൾ ഞാനത് ഇട്ടു. മസാലയുടെ മണം കുറവുണ്ടാവില്ല, അത്ര മതി. മസാല അധികം ഇടണം നല്ലതല്ല. ഉപ്പ് നോക്കട്ടെ ഞാൻ. ഉപ്പൊക്കെ ശരിയാണ്. ഇനി ഇതിൽ മല്ലിയില ചേർക്കണം. എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് കഴിഞ്ഞ് മല്ലിയില കുറച്ച് ഇങ്ങനെ പിച്ച് ചീന്തി ഇടും. ഇവിടെ ഇറച്ചി റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഇറച്ചി. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ കാണിച്ച പോലെ നിങ്ങൾ ടെസ്റ്റ് ചെയ്തോളാം. എൻ്റെ മസാല ഇത്തിരി വ്യത്യാസമുള്ളതാണ്. അത് ഞാൻ വയനാട് പോയപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അവിടെ ബാണാസുര സ്പൈസസിൽ കയറിയപ്പോൾ അവിടെ നല്ലൊരു മസാല കണ്ടു. അത് മേടിച്ച് കൊണ്ടുവന്നത്. അല്ലെങ്കിൽ ഞാനിവിടെ എൻ്റെ സ്വന്തം മസാലയാണ് ഉണ്ടാക്കുക. ഇനി സ്വന്തം മസാല ഇട്ടിട്ട് ഉണ്ടാക്കി കാണിക്കാം. ഇതിപ്പോൾ ബാണാസുര സാഗറിൻ്റെ നല്ല ടേസ്റ്റാണ് കേട്ടോ ആ മസാല. എനിക്കത് ഇഷ്ടമായി. ഞാനതൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കി. ഇപ്പം റെഡി ആയിട്ടുണ്ട് ഇറച്ചി. ഇനി ഇതിൽ ബന്ധം കഴിഞ്ഞല്ലോ, ഇപ്പോൾ വേവിക്കാനൊന്നുമില്ല, കഴിക്കാവുന്നതുള്ളൂ. ഭയങ്കര ടേസ്റ്റാണ്. എല്ലാവരും ഞാൻ ഉണ്ടാക്കിയ പോലെ ഒന്ന് ട്രൈ ചെയ്തോളാം. നല്ലപോലെ വെന്തു. ഉപ്പും പാകണം, പുളിയും എല്ലാം ടേസ്റ്റും പാകണം, എല്ലാതും ശരിയായി. ഇനി ഇത് ഞാനിത് അടച്ച് വെക്കണം. ഇതാണ് സാധനം. അടച്ച് വെക്കേണ്ട കാര്യമില്ല, തുറന്നു മാത്രം. നിങ്ങളെല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കണം. എല്ലാവരും എനിക്ക് എൻ്റെ വീഡിയോ നോക്കണം. ലൈക്കും സബ്സ്ക്രൈബും കാര്യങ്ങളും ഷെയറൊക്കെ ചെയ്യണം.